Hi all, welcome to Competitive Cracker. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ CSEB എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കറിയാം നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th JDC ആണ് എങ്കിലും PG നിലവാരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് വരാറുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജോബ് കോസ്റ്റിംഗ് ആണ്. ICMA ഇംഗ്ലണ്ടിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് വിച്ച് ഈസ് അപ്ലൈഡ് വെയർ വർക്ക് ഈസ് undertaken to customer specific requirements. It is applied in such industries which produce definite article against individual order from customer. This method is applied in print days, machine tool manufacturers, general engineering works etc. എന്താണ് പറയുന്നത്? ഇത് ഈ ഒരു ജോബ് കോസ്റ്റിംഗ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ കസ്റ്റമേഴ്സിനെ സ്പെസിഫിക് റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രിന്റേഴ്സ്. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഞാനൊരു അക്കൗണ്ടൻസിയുടെ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നു. അക്കൗണ്ടൻസിയുടെ ബുക്ക് എനിക്കത് കളർ പ്രിന്റ് വേണം. ഫുൾ എന്താണ് കളർ, കുറെ ഇമേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, കളർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഒരു 200 പേജ് ആണ് ഉള്ളത്. അതും എന്റെ കവർ പേജ്, എന്റെ മനോഹരമായ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഞാൻ പ്രിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതേ സ്ഥാനത്ത് പ്രശാന്ത് സാർ ബാങ്കിങ്ങിന്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നു. സാറിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് അത് കുറച്ച് കോസ്റ്റ് കുറയണം. സാറിനൊരു 300 പേജ് ഉണ്ട്, സാറിന് അതിന്റെ കോസ്റ്റ് ഇത്തിരി കുറയ്ക്കണം. അതുകൊണ്ട് സാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തു. കവർ പേജ് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഉള്ളിലുള്ള കണ്ടന്റ് നല്ലതായാൽ മതി എന്ന രീതിയിലാണ് സാറ്. അപ്പൊ അതുകൊണ്ട് എന്റെ സാറിന് റിക്വയർമെന്റ് രണ്ടും 2 അതുപോലെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ABC എന്ന് പറയുന്ന ഒരു പ്രിന്റേഴ്സിന്റെ കയ്യിലാണ് ഇത് പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ റിക്വയർമെന്റ് അതാണ്, വ്യത്യസ്തമായിട്ടുള്ള റിക്വയർമെന്റ് ആണ്. അപ്പം ഞങ്ങൾക്ക് ഒരേ എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഓരോ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് ചെലവാക്കി ആ ഒരു എമൗണ്ട് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും അവിടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ജോബ് കോസ്റ്റിംഗിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. മെഷീൻ ടൂൾ മാനുഫാക്ചേഴ്സ് അതുപോലെ തന്നെ ജനറൽ എഞ്ചിനീയറിംഗ് വർക്ക്സിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരും, കോൺട്രാക്ടർമാരെയൊക്കെ മനസ്സിലോട്ട് വരും അല്ലെ? അപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത് തന്നെയാണ്, നമ്മൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ, നമ്മൾ വലിയ റിസോർട്ടുകളൊക്കെ പണിയുന്നതുമായി ബന്ധപ്പെട്ടാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് വരുന്നത്. അതായത് ഒരു ഓണർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് പണിയാനായിട്ട് തടസ്സമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ തിരക്കുകളുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, അത് മറ്റൊരാൾക്ക് ഒരു കോൺട്രാക്ട് കൊടുക്കും. ഒരു ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടി കോൺട്രാക്ട് കൊടുക്കും. അദ്ദേഹം എന്റെ റിക്വയർമെന്റ് എന്താണ്, ഇപ്പൊ ഞാനൊരു 10 നിലയുള്ള ഒരു റിസോർട്ടാണ് പണിയുന്നത് കേട്ടോ. 10 നിലയുള്ള റിസോർട്ട് പണിയുന്നു. അതേ സ്ഥാനത്ത് പ്രശാന്ത് സാർ ഒരു 5 നിലയുള്ള റിസോർട്ട് പണിയാനായിട്ടും ഇതേ കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു കോൺട്രാക്ടർ, ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന ABC എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യും, ഞങ്ങളുടെ 2 പേർക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് എന്റെ റിക്വയർമെന്റ് എന്താണ് അതനുസരിച്ച് വേണ്ട കാര്യങ്ങൾ വെച്ചിട്ട് എന്റെ കോഴ്സ് ഡിഫൈൻ ചെയ്യും. അതുപോലെ തന്നെ പ്രശാന്ത് സാറിന്റേതും അദ്ദേഹം അസർട്ടൈൻ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം, കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും വലിയ വലിയ പ്രൊജക്ടുകളിലാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് സ്പ്രെഡ് ഓവർ ലോങ് പീരീഡ്, കുറച്ചധികം സമയം എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന പ്രൊജക്ടുകളിലാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉദാഹരണം ബിൽഡേഴ്സ്, സിവിൽ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടേഴ്സ് ഒക്കെയാണ് ഇതിന്റെ ഉദാഹരണമായിട്ടുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നോക്കാം, ബാച്ച് കോസ്റ്റിംഗ്. ഇവിടെ നമുക്ക് ഓരോ ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണ് നമുക്ക് നോക്കാം. ICMA ഡെഫിനിഷൻ ആണ്. That form of specific order costing which apply where similar articles are manufactured in batches either for sale or for use within the undertaking. എന്താണ്, പ്രൊഡക്റ്റുകൾ ഓരോ ബാച്ചുകളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാച്ച് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ജോബ് കോസ്റ്റിങ്ങിന് ഏറെക്കുറെ സിമിലർ ആണ്. പ്രധാനമായിട്ടും നമ്മുടെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൽ അതുപോലെ റെഡിമെയ്ഡ് ഗാർമെന്റ്സിലൊക്കെയാണ് ഈ ഒരു ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. എവിടെയാണ് ബാച്ചായിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രികളിലാണ് ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ. അടുത്തതാണ് പ്രോസസ് കോസ്റ്റിംഗ്. അത് നമുക്കറിയാം, എല്ലാ പ്രൊഡക്റ്റുകളും ഒരൊറ്റ സ്വിച്ച് ഇടുന്ന പോലെ വരത്തൊന്നുമില്ല. പല പല പ്രക്രിയയിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമാണ് ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് വരിക. അപ്പം
അത്തരം ഇൻഡസ്ട്രികളിലാണ് പ്രോസസ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺ വെർ ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ ഡിസ്റ്റിങ് സ്റ്റേജസ്. പല പല സ്റ്റേജുകളായി കടന്നുപോയിക്കൊണ്ട് മാത്രം ഒരു ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് എത്തുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലാണ് പ്രോസസ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ദി ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ഈസ് പാസ്ഡ് ടു നെക്സ്റ്റ് പ്രോസസ് till finished product is obtained from the finishing product. This method of costing is applied in concerns such as chemical manufacturing, oil refining, paint manufacturing, glass work, സിമെന്റ് മാനുഫാക്ചറിങ്. അങ്ങനെ പല പല പ്രക്രിയകൾ കൂടി കടന്നു പോയിക്കൊണ്ട് മാത്രം ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തുന്ന ഇൻഡസ്ട്രീസിലാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിംഗിൾ ഓർ ഔട്ട്പുട്ട് ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. എന്താണ്? പ്രോസസ് കോസ്റ്റിംഗിന്റെ ഓപ്പറേഷൻ കോസ്റ്റിംഗിന്റെ മറ്റൊരു പേരാണ് സിംഗിൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദി മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺ വെയർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് യൂണിറ്റ് ഓഫ് പ്രൊഡ്യൂസ്ഡ് ആർ ഐഡന്റിക്കൽ. എവിടെയാണ് ഈ ഒരു ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയും അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് അപ്ലൈഡ് ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് മൈൻസ്, ക്വാറീസ്, ബ്രിക്ക് വർക്ക് എക്സെട്ര. എവിടെയാണ്? മൈനുകളിൽ, ക്വാറികളിൽ, അതുപോലെ കട്ടക്കളങ്ങളിലൊക്കെയാണ് ഈ ഒരു ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് CSEB എക്സാം ഡേറ്റ് മാറ്റിയിട്ടുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും മാറ്റി. അപ്പം നമ്മുടെ പഠനം നമ്മൾ മാറ്റി വെക്കരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഈ ഒരു വർഷം ജോലി മേടിക്കുക അല്ല എങ്കിൽ വരുന്ന വർഷം ആദ്യത്തിൽ തന്നെ നമുക്ക് ജോലി മേടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് റൈറ്റ് ടൈമാണ്. ഇപ്പം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിൽ ആദ്യ റാങ്കിലേക്ക് എത്തുവാനായിട്ട് പറ്റും. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ 6 month ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഇപ്പൊ ഒരു വീണ്ടും തൊട്ടടുത്ത ബാങ്കിൽ ഇപ്പോൾ ഒരു വേക്കൻസി വന്നപ്പോൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ വർഷം BCom കഴിഞ്ഞിറങ്ങിയ ആളുകൾ, JDC, HDC കഴിഞ്ഞിറങ്ങിയ ആളുകൾ, അപ്പൊ അവർക്ക് എന്ത് വേണം, ഒരു ബേസ് മുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമാണ് ഈ ഒരു പരീക്ഷയിൽ ഉയർന്ന റാങ്ക് മേടിക്കുവാനായിട്ട് പറ്റും. അപ്പൊ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 6 month ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് എല്ലാ ദിവസവും തന്നെ ലൈവ് ക്ലാസ്സുകളും അതുപോലെ ഡെയിലി എക്സാമുകൾ, വീക്കിലി എക്സാമുകളൊക്കെ വരുന്ന ഒരു ബാച്ചാണ്. അപ്പൊ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ 8921440580 എന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ എക്സാമിനൊക്കെ കട്ട് ഓഫിന്റെ തൊട്ടടുത്തെത്തിയിട്ട് ആ കട്ട് ഓഫ് മറികടക്കാൻ പറ്റാതെ നിരാശപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് 3 month ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് കൃത്യമായി അവരുടെ വീക്ക് പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് വരുന്ന എക്സാമിൽ ആദ്യ റാങ്കിലേക്ക് എത്തി അവർ ആഗ്രഹിക്കുന്ന റാങ്കിൽ ജോലി മേടിച്ചെടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും. അപ്പൊ ഈ ഒരു ബാച്ചിനെ കുറിച്ചും അറിയാനായിട്ട് 8921440580 എന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അടുത്ത നമുക്ക് നോക്കാം സർവീസ് കോസ്റ്റിംഗ്. എന്താണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ് ഈസ് കോസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈഡ് ഇൻ സച്ച് ഇൻഡസ്ട്രീസ് വിച്ച് റെൻഡർ സർവീസസ്. സേവനങ്ങൾ നൽകുന്ന ഇൻഡസ്ട്രീസിലാണ് എന്ത് ചെയ്യുന്നത്, സർവീസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല. സേവനങ്ങൾ, എന്തൊക്കെ സേവനങ്ങളാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സർവീസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അതൊന്ന് ഇട്ടേക്കുക. അപ്പം അടുത്തത് നമുക്ക് നോക്കാം, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് suitable for industries where number of component parts are separately produced and subsequently assembled into final product. This method is used in factories, manufacturing cycle, automobiles, engines, radios, etc. എന്താണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? എന്താണ്, പല പല പാർട്ടുകൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അസംബിൾ ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് ഒരു മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു കാറാണ് കേട്ടോ. ഇത് ഒരു കാറിന്റെ ടയർ വേറൊരു യൂണിറ്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് ഡോർ ഉണ്ട്, അതിന്റെ എഞ്ചിൻ ഉണ്ട്, എല്ലാം എന്താണ് പല പല ഏരിയകൾ അല്ലെങ്കിൽ പല പല യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഫൈനൽ അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഇൻഡസ്ട്രീസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ CSEB എക്സാമിന് എപ്പോഴും കട്ട് ഓഫിന്റെ അടുത്തെത്തിയിട്ട് റാങ്ക് ലിസ്റ്റിലോട്ട് ഉൾപ്പെടാൻ പറ്റാതെ പോകുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വീഴ്ച പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, GK തന്നെയാണ്. അതായത് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് GK തന്നെയാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇതിന് നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ CCയിൽ നമ്മുടെ ആപ്പിനകത്ത് പുതുതായിട്ട് ഒരു ഫീച്ചർ ആഡ് ചെയ്യുകയാണ്. കൃത്യമായി ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് GKയുമായി ബന്ധപ്പെട്ട ക്വിസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഇതുവഴി നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായും CSEB എന്ന സ്വപ്നം നേടുവാനായിട്ട് പറ്റും. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്.
ഇന്ന് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ പഠനം ഇന്ന് തന്നെ ആരംഭിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം, അതിൽ കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്